ഡെപ്റ്റൊക്കെ റിലീസ് ചെയ്യാൻ ഋഷിമാർ ഈ സിദ്ധാന്തം പറഞ്ഞു തന്നപ്പോൾ അതെങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ളതോടെ കുറച്ച് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഒന്ന് മുക്തേശ്വർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ദേവഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കാർത്തിക് സ്വാമി ക്ഷേത്രം. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പം കാർത്തിക് സ്വാമി ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതിലേക്ക് പോകുന്ന യാത്രകളും ഇത് രസമാണെന്നറിയാം. കയറി പോകുന്നതും അതിൻ്റെ മുകൾ ഭാഗവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ കാർത്തിക് സ്വാമി അതിമനോഹരമായൊരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ. അദ്ദേഹത്തിൻ്റെ എല്ലാണ് സമാധി, അതിൽ എല്ലിരിക്കുന്ന സ്ഥലം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് കാണാം. നല്ല രസമാണ് അവിടുത്തെ. ഞാൻ അവിടെ ചെന്ന സമയത്ത് കുറേ ട്രൈബൽ ആചാരങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു ദേശാചാരങ്ങൾ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയായി. വിശാഖക്കാരെ പോലെ തന്നെ കുറച്ച് കട്ടി പരിപാടികളാണ്. ശൂലം കുത്തുക, കാവടി എടുക്കുക, അഗ്നിക്കാവടി, കുറച്ച് ഉഷ്ണമുള്ള ഒരു വളരെ സിൻസിയറായിട്ടുള്ളൊരു ദേവനാണ് ഭഗവാൻ. അതുപോലെ തന്നെ ഒരു സൈന്യാധിപൻ്റെ എല്ലാ നേച്ചറുമുള്ളൊരു ദേവനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിപാടുകളും പരിഹാരങ്ങളും എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു തീവ്രമാണ് എന്നുള്ളതാണ്. അതേ സെയിം എനർജി ഒരു ഡിറ്റർമിനേഷനെ അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രീഡവും സ്പിരിച്വൽ ഫോക്കസും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ കാർത്തിക് സ്വാമി ക്ഷേത്രമാണ് ഉള്ളത്. ഇനി തമിഴ്നാട്ടിലെ ക്ഷേത്രം നോക്കാം നമുക്ക്. തിരുമലൈ ശ്രീ മുരുക ടെമ്പിൾ. തിരുമലൈ അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രം. അതുപോലെ തന്നെ വിശാഖ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷവുമാണ്. ഈ 6 പടവീടെന്ന് പറഞ്ഞിട്ട് 6 ക്ഷേത്രങ്ങളുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ. ഈ 6 ക്ഷേത്രങ്ങളിൽ പളനിയൊക്കെ അതിൽപ്പെടുന്നതാണ്. അപ്പോൾ ആ അതിമനോഹരമായിട്ടുള്ള ഈ 6 ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആണ് പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിൽ. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിൽ. ഇതൊക്കെയാണ് ഡെപ്റ്റ് റിലീസ് ചെയ്യാനുള്ള പ്ലേസസ് വിശാഖ നക്ഷത്രക്കാർക്ക്.